ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ അവിടുത്തെ കരുണയിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്ന വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും രക്ഷ പ്രാപിക്കുവാനും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനും സൗഖ്യവും സ്നേഹവും അനുഭവിച്ച് ജീവിക്കുവാനും അവിടുന്ന് തിരുമനസ്സായിരിക്കുന്നുവല്ലോ. അതിനുവേണ്ടി അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വഴികളെ തിരിച്ചറിഞ്ഞ് ആ വഴിയിലൂടെ ചരിക്കുവാൻ വേണ്ട വലിയ കൃപയും അനുഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങൾക്ക് നിറച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പിതാവേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബലഹീനരും ദുർബലരും നിസ്സഹായരുമാണ്. ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് ഈ വചനം മനസ്സിലാക്കുവാനും വചനം ഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ ലഭിക്കാൻ കൃപ നിറഞ്ഞ അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ തിരുവചനമാണ് ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ ധ്യാനിക്കുക. അവിടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഒരു വലിയ കണ്ടെത്തലാണ് ഈ പൗലോസ്ലീഹ ഇവിടെ നടത്തുക. ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുവാൻ, അനേകം മക്കൾ രക്ഷ പ്രാപിക്കുവാൻ, അനേകം ദേശങ്ങൾ രക്ഷ പ്രാപിക്കുവാൻ, ഈ ലോകം മുഴുവൻ രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയ പൗലോസ്ലീഹ പറയുകയാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അവിടെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വിജ്ഞാനത്തിൻ്റെ മാസ്മരികത കൊണ്ടല്ല സംസാരിച്ചേ, ഞാനൊരു വാക്ചാതുര്യമുള്ള വ്യക്തിയായിരുന്നില്ല, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഭയചകിതനും അസ്വസ്ഥനും ആയിരുന്നു. എന്നാൽ എൻ്റെ വചനം ആത്മാവിൻ്റെ ശക്തിയിലൂടെയാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെയും ശക്തിയുടെയും ഫലമായിരുന്നു എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഈ പൗലോസ്ലീഹ വചന ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മാനവകുലത്തിൻ്റെ രക്ഷയുടെ അടിസ്ഥാനം എന്തെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രൂശിതനായ കർത്താവിനെക്കുറിച്ച് അത് മനസ്സിലാക്കി കർത്താവിനെ സ്വന്തമാക്കി ജീവിതത്തെ രക്ഷയിലേക്ക് നയിച്ചെടുക്കുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം ഈ തിരുവചന ഭാഗത്തിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് നൽകുകയാണ്. ഇന്ന് പലപ്പോഴും കർത്താവിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. കർത്താവിൻ്റെ കുരിശു മരണത്തെക്കുറിച്ച് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്ന് നമുക്കറിയാം, എന്തിനാ ഈശോ മരിച്ചേ, എന്തിനാ പൗലോസ്ലീഹ പറഞ്ഞ് ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും എനിക്ക് അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് പറയാനുള്ള കാരണം എന്താ? അത് മറ്റൊന്നുമല്ല, മാനവകുലത്തിൻ്റെ രക്ഷ, മാനവകുലത്തിൻ്റെ ജീവൻ, ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് കർത്താവിൻ്റെ കുരിശു മരണമാണ്. ഈ കുരിശു മരണത്തിൻ്റെ ശക്തി അറിഞ്ഞ് ആ മരണം സ്വന്തമാക്കി എടുത്തുകൊണ്ട് മനുഷ്യനും മാനവകുലവും ഈ ലോകവും ഈ മണ്ണും സ്വന്തമാക്കി എടുക്കുമ്പോൾ, അനുഗ്രഹിക്കപ്പെടുമ്പോൾ അതിന് ലഭിക്കുന്ന രക്ഷ അപരിമേയമായ രക്ഷയാണ്. ഇത് കണ്ടെത്തിയ പൗലോസ്ലീഹയാണ് പറയുന്നത്, ഈ ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും എനിക്കറിയണ്ട, ഈ ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും എനിക്ക് പഠിപ്പിക്കേണ്ട, ഈ ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും എനിക്ക് ധ്യാനിക്കേണ്ട, ഈ ലോകത്തിൻ്റെ ഈ വിജ്ഞാനത്തിൻ്റെ ആ ഭണ്ഡാരത്തിൽ നിന്നുള്ള വിജ്ഞാനത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയേണ്ടതും പഠിപ്പിക്കേണ്ടതും, പിന്നെയോ ക്രൂശിതനായവനെ കുറിച്ച് പറയണം, പഠിപ്പിക്കണം, അത് അറിയണം, അത് മനസ്സിലാക്കണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച പൗലോസ്ലീഹായുടെ വലിയ ശക്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ ഈ കഴിഞ്ഞ വലിയ ആഴ്ചയിലൂടെ കടന്നുപോയപ്പോൾ ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് അതിശക്തമായിട്ട് കടന്നു വരികയാണ്. കാരണം ഇന്ന് കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് അതിദയനീയമായിട്ട് നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. കുരിശിൻ്റെ വഴിയിലെ പ്രാർത്ഥനയിലൂടെ കടന്നുപോയാൽ മതി. വലിയൊരു വേദനാജനകമായ ഒരു അവസ്ഥയാക്കിയിട്ട് കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ, കർത്താവിൻ്റെ ആ അന്യായമായ വിധിയെ, അല്ലെങ്കിൽ കർത്താവിനെതിരെയുള്ള ആ കുരിശുമരണത്തെ, പീഡാസഹനത്തെ, ചമ്മട്ടിയടി ഏൽക്കലിനെയൊക്കെ നമ്മൾ അവതരിപ്പിക്കാറുണ്ട്.
പെസഹ വ്യാഴാഴ്ച കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചൊരു പള്ളിയിൽ ഞാൻ ചെന്നപ്പോൾ ആ കൊച്ചുമക്കൾ കർത്താവിനിട്ട് അടിക്കണതും വലിച്ചിഴക്കണതും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് കുരിശുമരണം എന്തോ അന്യായമായ ഒന്നാക്കി മാറ്റുകയും ആ കർത്താവിനെ അടിച്ചവരെ, കുരിശിൽ തറച്ചവരെ, ആ മരത്തിന് വിധിച്ചവരെയൊക്കെ എന്തോ ക്രൂരന്മാരും ദുഷ്ടന്മാരുമൊക്കെയാക്കി മാറ്റുന്ന പോലെ എനിക്ക് തോന്നി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുക, ഈ കർത്താവിൻ്റെ കുരിശുമരണത്തെ നമ്മൾ മനസ്സിലാക്കുക. എന്തിനാ കർത്താവ് കുരിശിൽ മരിക്കേണ്ടി വന്നേ? നമുക്കറിയാം, ഈ കുരിശുമരണത്തെ ഉപേക്ഷിച്ചവരും പരിത്യജിച്ചവരും അതിൽ നിന്ന് വിട്ട് ഓടി അകലുവാൻ ശ്രമിച്ചവരുമാണ് സ്ലീഹന്മാരൊക്കെ. പത്രോസ് പറയുന്നുണ്ട്, ഈശോ ഈ കുരിശുമരണത്തെക്കുറിച്ച് 3 പ്രാവശ്യം പ്രവചിക്കുമ്പോൾ പത്രോസ് ഇടയ്ക്ക് ചാടി വീണ് പറയുക, കർത്താവെ, സംഭവിക്കാതിരിക്കട്ടെ നിനക്ക്. കർത്താവ് അവനോട് പറഞ്ഞു, സാത്താനെ, നീ ദൂരെ പോ. സാത്താനെന്ന് വിളിച്ച് കുരിശുമരണം വേണ്ട, അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞവനെ ഈശോ സാത്താനെ എന്ന് വിളിച്ച് അകറ്റിക്കളഞ്ഞു. കാരണം ഈ കുരിശുമരണം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് പിന്നീട് ഈ വചനം ഒന്നും മനസ്സിലാക്കാതെ, ഈ കുരിശുമരണത്തെക്കുറിച്ച് ഒന്നും ഗ്രഹിക്കാൻ പറ്റാതെ അങ്ങനെ അകന്നു പോയ ഈ സ്ലീഹന്മാരെ കർത്താവ് വീണ്ടും ഒരുമിച്ച് കൂട്ടി. ഉയർപ്പിന് ശേഷം അവിടുന്ന് സ്വർഗാരോഹണത്തിന് മുമ്പ് ഈ സ്ലീഹന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവിനെ നിറയാൻ വേണ്ടി അവരൊരുക്കി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പത്രോസ് ശ്ലീഹായും സ്ലീഹന്മാരും ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞു. ആത്മാവ് നിറഞ്ഞപ്പോൾ വചനം അവരിൽ മാംസം ധരിച്ചു. ആത്മാവ് നിറഞ്ഞപ്പോൾ ഈ കുരിശുമരണത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ കുരിശുമരണത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ ശക്തി അനുഭവത്തിൽ നിന്ന് പത്രോസ് ശ്ലീഹ ആ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ 2-ാം അധ്യായം 23 മുതൽ തിരുവചനത്തിൽ പത്രോസ് ശ്ലീഹ പറയുന്നൊരു വചനമുണ്ട്. എന്താ പറയുന്നത്? ക്രിസ്തു ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. യഹൂദന്മാരോട് പറയുക, ക്രിസ്തു ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടു. അത് ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയാണ്. നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈകളാൽ മരണത്തിന് വിധിച്ചു. നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈകളിലൂടെ കൊന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രഘോഷിക്കുന്ന സ്ലീഹന്മാർ അതിശക്തമായിട്ടും ക്രിസ്തുവിൻ്റെ മരണത്തെ എങ്ങനെയാണ് പറയുന്നത്? അത് സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാക്കിയല്ല പറയുന്നത്. അത് വലിയ ഒരു നാശമായിട്ടല്ല പറയുന്നത്. അത് ദുരന്തമായിട്ടല്ല പറയുന്നത്. പിന്നെന്താ പറയുന്നത്? അത് ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതി അനുസരിച്ച് പൂർവ്വജ്ഞാനം, എന്താണ്? മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ദൈവിക പദ്ധതിയുടെ ആ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ സംഭവിച്ചതാണ് ക്രിസ്തുവിൻ്റെ മരണം. ഈ മരണം സ്വന്തമാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. പ്രിയപ്പെട്ടവരെ, ഈ മരണത്തിൻ്റെ ശക്തി ആരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ അവനും അവളും ആ മരണത്തെ സ്വന്തമാക്കി എടുക്കാനുള്ള വലിയൊരു പരിശ്രമമാണ് ജീവിതത്തിൽ നടത്തിയിരിക്കുക. നമുക്കറിയാം, പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, ആ കുരിശിൻ്റെ പിന്നാലെ നടന്നു പോകുമ്പോൾ, ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ, ആ തിരുക്കുമാരനെ മടിയിൽ ചേർത്ത് പിടിച്ച് കിടത്തിയിരിക്കുമ്പോൾ അമ്മ പരാതികളില്ല, നിരാശയില്ല, എണ്ണിപ്പറക്കലില്ല, പരിഭവമില്ല. കാരണം അമ്മയ്ക്കറിയാം ഈ മരണത്തിൻ്റെ ആവശ്യകത എന്താണ്. പ്രിയപ്പെട്ടവരെ, ഈ മരണത്തിൻ്റെ ആവശ്യകത നമ്മുടെ രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. നമുക്കറിയാം, പാപത്തിൻ്റെ അനന്തരഫലം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ലോകത്തിന് തൻ്റെ ഏകജാതനെ നൽകിയേ തീരൂ. കാരണം എന്താ? മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശക്തി, പാപത്തിൻ്റെ വേദനമായ മരണം. ഉൽപ്പത്തി പുസ്തകം 3:17 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ആ ആദത്തിൻ്റെ പാപം മൂലം മണ്ണ് ശപിക്കപ്പെട്ടു. ശപിക്കപ്പെട്ട മണ്ണ്, ജഡമായി പോയ മനുഷ്യൻ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അവിടെ വളരെ വ്യക്തമായിട്ട് 407 പഠിപ്പിക്കുന്നുണ്ട്, ആദ്യ മാതാപിതാക്കളുടെ പാപത്തിലൂടെ പിശാചിന് മാനവ കുലത്തിൻ്റെ മേൽ ഒരു തരം ആധിപത്യം കിട്ടി. ഈ പിശാചിന് ആധിപത്യം കിട്ടിയ ലോകം, ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയ മാനവകുലത്തിന്, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയ മണ്ണിന്, ശപിക്കപ്പെട്ട മണ്ണിന്, ജഡമായി പോയ മനുഷ്യന്, മരണസംസ്കാരത്തിൻ്റെ ഉടയവനാകുന്ന പിശാചിൻ്റെ പിടിയിൽ അമർന്നു പോയ മാനവകുലത്തിന് രക്ഷ വേണമെങ്കിൽ ഇതാ അതിനുള്ള ഏകമാർഗം പിതാവ് തീരുമാനിച്ചു, രക്ഷ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതിനെ നൽകാൻ.
ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 9-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, രക്തം ചിന്താതെ പാപപരിഹാരമില്ല. രക്തം ചിന്തയെ മതിയാകൂ. അതാണ് നിയമം. എന്താണ് നിയമം? പാപമില്ലാത്തവൻ്റെ പരിശുദ്ധമായ രക്തം പാപപരിഹാരത്തിനു വേണ്ടി ചിന്തപ്പെടുമ്പോൾ ആ അമൂല്യമായ കളങ്കമില്ലാത്ത കറയില്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെയുള്ള യേശു ക്രിസ്തുവിൻ്റെ രക്തം ആണ് മനുഷ്യനെ ഈ ലോകത്തെ വീണ്ടെടുത്ത് രക്ഷയിലേക്കും ജീവനിലേക്കും നയിക്കുക. അതുകൊണ്ട് തന്നെ ഈശോ ഈ ഭൂമിയിലേക്ക് വരണം. ഇനി ക്രിസ്തുവിൻ്റെ മരണത്തെ നമ്മൾ പ്രഘോഷിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനായോട്, കരുണയുടെ പ്രവാചകിയായ ആ മകളോട് ദൈവത്തിൻ്റെ കരുണയുടെ പൂർണ്ണതയായ ക്രൂശിതനായ കർത്താവ് പറയുന്ന കാര്യമുണ്ട്, മനുഷ്യവർഗം എൻ്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. ഇന്ന് ലോകത്തിന് സമാധാനമില്ല, മാനവകുലത്തിന് സമാധാനമില്ല. മണ്ണ് ശപിക്കപ്പെട്ട അവസ്ഥയിൽ അനേകം മക്കളുടെ ചുടുചോര വീണ് വീണ്ടും ശപിക്കപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുക. ഭീകര പ്രവർത്തനങ്ങൾ, കൊലപാതകങ്ങൾ, മ്ലേച്ഛമായ പാപങ്ങൾ, അനേകം നിഷ്കളങ്ക രക്തം വീഴുന്ന ഈ ശപിക്കപ്പെട്ട മണ്ണിന് രക്ഷ പ്രാപിക്കണമെങ്കിൽ മാത്രമല്ല, ഇന്ന് എവിടെ നോക്കിക്കോ, സാത്താൻ്റെ ആധിപത്യങ്ങൾ കൊല്ലുക, നശിപ്പിക്കുക, ഇല്ലാതാക്കുക പിശാചിൻ്റെ ശക്തമായിട്ടുള്ള പ്രവർത്തന രീതിയാണ്. യോഹന്നാൻ 10:10 പറയുന്നുണ്ടല്ലോ, കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും ഇല്ലാതാക്കാനും വേണ്ടിയ സാത്താൻ കള്ളൻ വരുന്ന അവൻ്റെ പ്രവർത്തനം അതിശക്തമായിരിക്കുന്ന ഈ ലോകത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ കുരിശു മരണത്തെ നമ്മൾ പ്രഘോഷിക്കണം. ഞാൻ ഓർക്കുക, പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ ഈശോ കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് നടന്നു നീങ്ങുന്ന സമയത്ത് മാതാവിനെ കണ്ടുമുട്ടുമ്പോൾ മാതാവിനോട് ഈശോ പറയുന്നുണ്ട്, മദർ, ഐ ആം ഗോയിങ് ടു ക്രിയേറ്റ് എവറിത്തിങ് ന്യൂ. അമ്മേ, ഞാൻ എല്ലാം പുതുതായി സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഇതുപോലെ ശപിക്കപ്പെട്ട ജഡമായി പോയ പിശാചിൻ്റെ പിടിയിൽ അമർന്നു പോയ ഈ മാനവകുലത്തെ പുതുതായി സൃഷ്ടിക്കാൻ പോകുന്ന ഈശോ എങ്ങോട്ടാണ് പോകുന്നത്? കാൽവരി മലയിലേക്ക് കുരിശിൽ മരിക്കാൻ വേണ്ടി. അങ്ങനെ ഈശോ കുരിശിൽ മരിക്കുന്ന സമയത്ത് പാഷൻ ഓഫ് ക്രൈസ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? സാത്താൻ ഈശോ കുരിശിൽ മരിക്കുക, പാപമേറ്റെടുത്തു. 1 പത്രോസ് 2:24 പറയുന്നുണ്ടല്ലോ, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. നാം ജീവിക്കാൻ നമ്മുടെ പാപത്തിൻ്റെ വേദനമായ മരണത്തെ, നമ്മളെ മരണത്തിലേക്ക് അടിമപ്പെടുത്തിയ, ഈ ലോകത്തെ മരണത്തിലേക്ക് അടിമപ്പെടുത്തിയ, മരണ സംസ്കാരത്തിലേക്ക്, ജീവൻ നഷ്ടപ്പെട്ടു പോയ അടിമത്തത്തിലേക്ക് നയിച്ച ആ പാപത്തിൻ്റെ അവസ്ഥയെ, അതാണ് പാപത്തിൻ്റെ അടിമത്വം. ഈ പാപത്തെ ഈശോ ഏറ്റെടുത്തു. പാപമില്ലാത്തവൻ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. നാം ജീവിക്കാൻ വേണ്ടി ഇതാ കുരിശിൽ പാപമേറ്റെടുത്തു. രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് അവിടുത്തെ പരിശുദ്ധമായ രക്തം അവസാനത്തുള്ളി അവിടെ നിന്ന് ചിന്തി. പാപത്തിൻ്റെ വേദനമായ മരണത്തെ പരാജയപ്പെടുത്താൻ പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ ഈശോ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കി, ആ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കി. ഇതാ പാപത്തെ നശിപ്പിച്ചപ്പോൾ ഈ പാപത്തിൻ്റെ വേദനമായ മരണത്തെ പരാജയപ്പെടുത്തി കുരിശിൽ, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എല്ലാം സമർപ്പിച്ച് പൂർത്തിയാക്കി മരിച്ചപ്പോൾ കാണുന്നു നമ്മൾ അവിടെ എന്ത്? ഭൂമി പിളരുന്നു. ആ പിളർന്ന പിളർപ്പിലൂടെ സാത്താൻ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് നിത്യനരകത്തിൻ്റെ അഗാധങ്ങളിലേക്ക് തള്ളപ്പെടുന്നു. അതിനുശേഷം ഭൂമി വീണ്ടും ഒന്നു ചേരുന്നു. എ ന്യൂ ക്രിയേഷൻ, ഒരു പുതിയ സൃഷ്ടികർമ്മം. ഇതാണ് ക്രിസ്തുവിൻ്റെ മരണം. ശരിക്കും കർത്താവിൻ്റെ മരണത്തെ ധ്യാനിച്ച് അത് എൻ്റെ വ്യക്തിജീവിതത്തിന് വേണ്ടി, നിൻ്റെ വ്യക്തിജീവിതത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, പാരമ്പര്യത്തിന് വേണ്ടി, മണ്ണിനു വേണ്ടി, നീ വസിക്കുന്ന വീടിനു വേണ്ടി, ഈ ലോകത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഇന്ന് പ്രത്യേകിച്ചും അതാണ് ദൈവത്തിൻ്റെ കരുണ. നമ്മൾ കരുണ എന്ന് പറഞ്ഞ കാരുണ്യ പ്രവർത്തികൾ ചെയ്യലല്ല കരുണ. സത്യം പറഞ്ഞ കരുണ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ കുരിശു മരണമാണ് മക്കളെ കരുണ. ഈ മരണത്തിൻ്റെ ശക്തിയാണ് മക്കളെ കരുണ. ഈ കരുണയാണ് ദൈവമായ കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞ്, മനുഷ്യവർഗം എൻ്റെ ഈ കരുണയിലേക്ക് തിരിയണം. ഇന്ന് കത്തോലിക്ക സഭയുടെ ഉത്തരവാദിത്വം എന്താ? പൗരോഹിത്യ ശുശ്രൂഷയുടെ ഉത്തരവാദിത്വം എന്താ? വചനപ്രഘോഷണത്തിന് ഉത്തരവാദിത്വം എന്താ? നമ്മുടെ ആതുര സേവനത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്വം എന്താ? എന്തെങ്കിലും നന്മ പ്രവർത്തിക്കലല്ല മക്കളെ, പ്രിയപ്പെട്ടവരെ. പിന്നെയോ കർത്താവിൻ്റെ ഈ കുരിശു മരണത്തിലേക്ക് ഈ ലോകത്തെ ചേർത്ത് പിടിക്കണം. ഇന്ന് ലോകത്തിനറിയില്ല കുരിശു മരണം എന്തിനാന്ന്. അതാ പൗലോസ്ലീഹ പറഞ്ഞ്, യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയണ്ട. ഈ ക്രൂശിതനായവനെ കൊടുക്കാൻ പറ്റണില്ലെങ്കിൽ,
ഈ ക്രൂശിതനായവനിലേക്ക് ലോകത്തെ അടുപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് പറ്റുമെന്നാണ് നമ്മൾ കരുതുന്നത്? തെറ്റിപ്പോയി. നമുക്കെന്ന് ചിന്തിച്ചു നോക്കിക്കോ പ്രിയപ്പെട്ടവരെ. കരുണ എന്ന് പറയുന്നത് കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് നിലവിളിച്ച ഒരു വിളിയുണ്ട്, മക്കളെ എനിക്ക് ദാഹിക്കുന്നു. തൻ്റെ ശരീരം അതുപോലെ തകർക്കപ്പെട്ട് തൻ്റെ ഓരോ തുള്ളി രക്തവും ഈ ഭൂമിയിലേക്ക് ഒഴുക്കിക്കൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തരുന്ന ആ കരുണയുടെ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് ദാഹിച്ച് വിളിക്കുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നു മക്കളെ. ആ വിളിയിലേക്ക് നാം കടക്കണം, ആ വിളിയിലേക്ക് നാം അടുക്കണം. നാം മാത്രമല്ല, ലോകത്തെ ഈ മണ്ണിനെ, ഈ ശപിക്കപ്പെട്ട ഭൂമിയെ ഈ കുരിശിലേക്ക് ഉയർത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായാൽ അതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി. ഈ കരുണയിലേക്ക് മനുഷ്യവർഗം തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷ പ്രാപിക്കത്തില്ലെന്ന് ഈശോ അതിവ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, ഈ ലോകം മുഴുവനിലേക്കും കർത്താവിൻ്റെ കുരിശു മരണത്തിൻ്റെ അപരിമേയമായ ശക്തി നിറച്ചെടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വം അതിൻ്റെ പൂർണ്ണതയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുക. ആ സ്ത്രീ സഹോദരി ഇങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവിനെ പോലും കുരിശിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയില്ല, പിന്നെയാണ് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വരുന്നതെന്ന്. ഇത് കേട്ടപ്പോൾ ഒരു ചിരിയ വന്നേ. കാരണം ഈ സഹോദരിക്ക് ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് അറിയത്തില്ല. പാവം എന്നെനിക്ക് തോന്നിപ്പോയി. പാവം, എന്തിനാ ക്രിസ്തു മരിച്ചേ? ഈ ക്രിസ്തുവിൻ്റെ മരണമാണ്, ക്രിസ്തുവിൻ്റെ രക്തമാണ്, ക്രിസ്തുവിൻ്റെ അതിദാരുണമായ പീഡാസഹനമാണ് ഈ മാനവകുലത്തെ രക്ഷിക്കുന്നതെന്ന് ഈ മനുഷ്യ വ്യക്തി അറിയുന്നില്ല. അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ ഈ മനുഷ്യന് ഇന്ന് ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് പല മക്കൾ പാപത്തിൻ്റെ പിടിയിൽ, ജഡികാസക്തിയുടെ പിടിയിൽ, ഒത്തിരിയേറെ മരണത്തിൻ്റെ പിടിയിൽ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, കൊലപാതകത്തിൻ്റെ, ആത്മഹത്യയുടെ ഭീകരപ്രവർത്തനത്തെ പിടിയിൽ അമർന്നു പോകുമ്പോൾ മനസ്സിലാക്ക്, ഈ ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ശക്തി സ്വന്തമാക്കി എടുക്കാതെ നശിച്ചു പോകുന്ന ഈ ലോകത്തിന് വേണ്ടത് ക്രിസ്തുവിൻ്റെ മരണം ആണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, പാപമേറ്റെടുത്ത ഏതെങ്കിലും നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടോ? ആർക്ക് രക്ഷിക്കാൻ പറ്റും നമ്മെ? പാപമേറ്റെടുത്ത നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടോ? പാപമേറ്റെടുത്ത ഏതെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും വിഭാഗത്തെയോ കണ്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, പാപം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞവൻ യേശു ക്രിസ്തു മാത്രമാണ്. കാരണം അവൻ വന്നത് മരിക്കാനാണ്. പാപപരിഹാരത്തിനു വേണ്ടി രക്തം ചിന്തി മരിക്കാൻ അവൻ വന്നേ. അവൻ്റെ മരണം, അവൻ്റെ അധികാരം, അതാണ് ഈശോ ആ തളർവാദ രോഗിയെ നോക്കിയിട്ട് പറഞ്ഞ്, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. അവൻ മരിക്കാൻ വേണ്ടി വന്നവനാ, അവൻ പാപപരിഹാരത്തിനു വേണ്ടി രക്തം ചിന്താൻ വേണ്ടി വന്നവനാ. അതുകൊണ്ട് ഈ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രനെ അധികാരമുള്ളൂ. ഫരിസയരും നിയമജ്ഞരും എന്താ പറഞ്ഞ്, ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ പറ്റുക? ഈശോ പറഞ്ഞു, എനിക്ക് പറ്റും, കാരണം ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. മനുഷ്യനായി അവതരിച്ച, രക്തം ചിന്തുവാൻ വേണ്ടി ഇറങ്ങി വന്ന, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ബലിമൃഗമായിട്ട് പാപപരിഹാരത്തിനു വേണ്ടി മുറിയപ്പെടാൻ പോകുന്ന, ബലി അർപ്പിക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടാണ് ഞാൻ. സോ എനിക്ക് പാപമേറ്റെടുക്കാൻ അധികാരമുണ്ട്. ആ അധികാരത്തിൽ പാപമേറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ രോഗം വിട്ടുമാറി. ഇന്നോർത്തോ, ഈ ലോകത്തിൻ്റെ തകർച്ച മാറണോ? ലോകത്തിൻ്റെ പ്രതിസന്ധികൾ മാറണോ? ഇന്ന് മനുഷ്യകുലം രക്ഷപ്പെടണോ? അതിന് ഒരു വഴിയുമില്ല എന്ന സത്യം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സാത്താൻ്റെ ആധിപത്യങ്ങളേറെയാണ്. ഇന്ന് ലോകത്തിലേക്ക് നോക്കിക്കേ, പൈശാചികമായ ശക്തി ഏറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ കുരിശു മരണത്തിൻ്റെ ശക്തി കൊണ്ട് ലോകത്തെ നിറച്ചെടുക്കാൻ നമ്മൾ പരാജയപ്പെട്ടാൽ, ഈ കുരിശു മരണത്തെ ലോകത്തിന് മുമ്പിൽ സ്വീകാര്യമാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നില്ലെങ്കിൽ, ഞാൻ പറയും, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ ഓരോ പ്രവൃത്തികളും വൃഥാവിലായി പോകും എന്ന സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. വീണ്ടും ഞാൻ പറയുക, യേശു ക്രിസ്തുവിനല്ലാതെ, കർത്താവിൻ്റെ കുരിശു മരണത്തിനല്ലാതെ ഈ ലോകത്തെയോ മാനവകുലത്തെയോ ഈ ശപിക്കപ്പെട്ട മണ്ണിനെയോ ഈ പൈശാചിക പിടിയിൽ അമർന്ന് അവൻ്റെ ആധിപത്യങ്ങൾക്ക് അടിമപ്പെട്ട് നശിച്ചു പോയ മനുഷ്യകുലത്തെയോ രക്ഷിക്കുവാൻ ആർക്കുമേ കഴിയില്ല. ആ ഒരു വലിയ സത്യം നമ്മൾ അംഗീകരിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. ഈ മരണത്തെ സ്വന്തമാക്കി ഇന്ന് നമുക്കറിയാം, പിശാചിനെ ആരാധിക്കുന്ന പള്ളികൾ പോലും അവിടെ ഇവിടെയൊക്കെ പണിതു തുടങ്ങി. പിശാചിനെ ആരാധിക്കുന്ന ഗ്രൂപ്പുകൾ ഇന്ന് ശക്തമാണ്. ഇവിടെയൊക്കെ ഈ ലോകത്തെ രക്ഷിക്കാൻ പിശാചിന് പറ്റുമോ? മനുഷ്യർ, പാവം മനുഷ്യർ അതിൻ്റെ പിന്നാലെ പോവുക. എന്തുകൊണ്ട് പോകുന്നു?
ഞാൻ പറയും, ക്രിസ്തുവിനെ കൊടുക്കാൻ നമ്മൾ പരാജയപ്പെട്ടു. ക്രൂശിതനെ കൊടുക്കാൻ പരാജയപ്പെട്ടു. ക്രൂശിതനെ കൊടുത്താലുണ്ടല്ലോ മനുഷ്യ മക്കൾ രക്ഷ പ്രാപിക്കും. അതിനെ തടസ്സപ്പെടുത്തുന്ന പൈശാചികമായ പല അടിമത്തങ്ങളും ആധിപത്യങ്ങളും സംസ്കാരങ്ങളും പഠിപ്പിക്കലും കൊണ്ട് കുറേ മറ്റു പ്രവൃത്തികൾ കൊണ്ട്, ഞാൻ പറയും മറ്റു പല പ്രവൃത്തികൾ പോലും ക്രിസ്തുവിനെ കൊടുക്കാൻ പ്രാധാന്യം കൊടുക്കാത്ത പ്രവൃത്തികളായിട്ട് നമ്മുടെ ജീവിതത്തിലെ ശുശ്രൂഷയിൽ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെ മനസ്സിലാക്കുക, നമ്മൾ പരാജയപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. മാത്രമല്ല, പിശാച് അതിശക്തമായിട്ട് അവൻ്റെ ആക്രമണ പരമ്പര ലോകത്തിലേക്ക് നോക്ക്, കൊന്നു നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ ആധിപത്യം, അവൻ്റെ ശക്തി, അതിൻ്റെ പിന്നിലേക്ക് നോക്കിക്കോ. ഈ ക്രിസ്തുവിനെ പരിത്യജിച്ചു. കഴിഞ്ഞ ദിവസം വിദേശത്ത് ധ്യാനത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പള്ളികളിൽ ആളുകളില്ല. പള്ളികളൊക്കെ വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുക. പള്ളിയിലേക്ക് പോകാനോ ബലിയർപ്പിക്കാനോ ഈ ക്രൂശിതൻ്റെ ആ ജീവൻ്റെ സമൃദ്ധി സ്വന്തമാക്കുന്ന കൂദാശകൾ സ്വീകരിക്കാനോ ഇന്ന് പള്ളികളിൽ ആളില്ല. ആ ദേശത്തേക്ക് ഇതാ ആക്രമത്തിൻ്റെ ഒരു വലിയ സംസ്കാരം തന്നെ കടന്നു വന്നുകൊണ്ടിരിക്കുക. കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പിശാചിൻ്റെ അതിശക്തമായ ഒരു വലിയ പ്രസരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുവചനം സേവിക്കുമ്പോൾ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഈ കുരിശുമരണത്തിൻ്റെ ശക്തിക്കല്ലാതെ നമ്മയോ നമ്മുടെ കുടുംബത്തെയോ ഈ ലോകത്തിനോ രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് തൻ്റെ ഏകജാതനെയാണ്. അതും ഒരു കുഞ്ഞാടിനെ പോലെ പാപപരിഹാര ബലിമൃഗമായിട്ട് കുരിശിൽ അവസാനത്തുള്ളി രക്തവും ചിന്തി നമുക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി വന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും നമ്മൾ പറയണ്ട. അതാ പൗലോസ് പറയാം. മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൗലോസ് പറയുന്നുണ്ട്, വിജ്ഞാനത്തിൻ്റെ വാഗ്വിലാസത്തിലല്ല ഞാൻ നിങ്ങളോട് സംസാരിച്ചേ, ഞാൻ ഭയചകിതനാ, ഞാൻ ബലഹീനനാ, പക്ഷേ ഞാൻ സംസാരിച്ചത് കർത്താവിൻ്റെ കുരിശു മരണത്തെക്കുറിച്ചാണ്. സിൽഹന്മാരൊക്കെ പ്രഘോഷിച്ചത് ഈ ക്രൂശിതനെ കുറിച്ചാണ്. ഒരുമാതിരി ബോധമുള്ളവനും ഒരുമാതിരി മനുഷ്യൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവനും പ്രസംഗിക്കേണ്ടതും ഈ ക്രൂശിതനെ കുറിച്ചാണ്. ഈ ക്രൂശിതൻ്റെ ശക്തി, ഈ ക്രൂശിതൻ്റെ ജീവൻ്റെ സമൃദ്ധി, ഈ ക്രൂശിതൻ്റെ മരണത്തിൻ്റെ ശക്തി, അത് നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിൽ നിറയുമ്പോൾ സത്യം സാത്താൻ തകർക്കപ്പെടും. ഈ ലോകത്തിൽ നിന്ന്, മാനവകുലത്തിൽ നിന്ന് മരണ സംസ്കാരത്തിൻ്റെ ഉടയവനാകുന്ന പിശാച് തകർക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഈശോ പറഞ്ഞ, പ്രാർത്ഥിക്കും മക്കളെ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന്. ഈ കരുണയാണ് ലോകത്തിന് കൊടുക്കേണ്ടത്. ഈ കരുണയിലേക്കാണ് ദൈവമായ കർത്താവ് നമ്മെ മാടി വിളിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പീഡാസഹനത്തിൻ്റെ യോഗ്യത, ഈ കുരിശുമരണത്തിൻ്റെ യോഗ്യത അത് ക്ലെയിം ചെയ്ത് സ്വന്തമാക്കി ലോകത്തിന് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് നമുക്ക് ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കാരുണ്യം. പാവം മനുഷ്യർ ഈ കുരിശുമരണം അറിയാതെ പലതിൻ്റെ പിന്നാലെ പോകുമ്പോൾ, നശിച്ചു പോകുന്ന കാണുമ്പോൾ അവിടെ കണ്ണും പൂട്ടിയിരിക്കുകയല്ല ചെയ്യേണ്ടേ. മക്കളെ, ഇതാ രക്ഷകൻ. കുരിശ് ഉയർത്തിപ്പിടിക്കുക, ക്രൂശിതനെ ഉയർത്തിപ്പിടിക്കുക, അവനെക്കുറിച്ച് പഠിപ്പിക്കുക, അവൻ്റെ മരണത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ആ പഠനം തന്നെ ശക്തിയാണ്. ക്രൂശിതൻ്റെ ശക്തി നിറയുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദൈവിക ജീവൻ്റെ സമൃദ്ധി, പാപത്തിൻ്റെ കോട്ടകൾ തകർക്കപ്പെടും, സാത്താൻ എന്നേക്കുമായിട്ട് നിർവീര്യമാക്കപ്പെടും. ഇതാ നമ്മുടെ കുടുംബങ്ങളും നമ്മളും നമ്മുടെ ദേശവും ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടും. ദൈവകൃപയാൽ, ദൈവിക ജീവൻ്റെ സമൃദ്ധിയാൽ. പ്രിയപ്പെട്ടവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പാരമ്യമാണ് ഈശോ. രക്ഷകനായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഞങ്ങളാരും നശിച്ചു പോകാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുമില്ല. അതിനുവേണ്ടി അങ്ങയുടെ ജീവനെ തന്നെ തന്നു. അങ്ങയുടെ അവസാനത്തോടെ രക്തവും ഞങ്ങൾക്ക് വേണ്ടി ചിന്തി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഈ മരണമാണല്ലോ കർത്താവെ ഞങ്ങൾക്കും മാനവകുലത്തിനും രക്ഷ നൽകുക. ഈ മരണത്തെ മനസ്സിലാക്കി, ഈ മരണം സ്വന്തമാക്കി രക്ഷ പ്രാപിക്കുവാനുള്ള വലിയ കൃപ നൽകി ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. കത്തോലിക്ക തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സഭയുടെ വലിയ ദൗത്യമാണ് ക്രൂശിതനെ ലോകത്തിന് നൽകുക എന്നുള്ളത്. ആ കാരുണ്യ പ്രവൃത്തി അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കിക്കൊണ്ട് ദൈവകരുണയിലേക്ക് ലോകം മുഴുവനെ ചേർത്ത് പിടിച്ച് ലോകത്തെ അടുപ്പിക്കുവാനുള്ള വലിയ കൃപ നൽകി, വലിയ അഭിഷേകം നൽകി സഭയെയും എല്ലാ ശുശ്രൂഷകളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ക്രൂശിതനെ മടിയിൽ കിടത്തിക്കൊണ്ട് കുരിശിന് ചുവട്ടിൽ നിന്ന് ആ കുരിശിലെ മരണം സ്വന്തമാക്കി നൽകിയ പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.